റസീനയുടെ ആത്മഹത്യയിൽ സദാചാര പോലീസിംഗ് നടന്നിട്ടില്ല എന്ന കുടുംബത്തിന്റെ വാദം തള്ളുകയാണ് പോലീസ്. പ്രതികൾ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തി എന്ന റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചു എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പം മുൻപ് വ്യക്തമാക്കിയത്. എന്നാൽ കുടുംബം പറയുന്നത് ആൺ സുഹൃത്ത് മൂലമാണ് റസീന ആത്മഹത്യ ചെയ്തത് എന്നാണ് ആ പ്രതികരണം. അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ചേച്ചിയുടെ മക്കളാണ്. അവരെ നല്ലതിന് വേണ്ടി ചെയ്തത്. അപ്പം ഇവർ കുടുക്കിയിരിക്കുക. അതിലിപ്പം പറയുന്നത് അവരവിടെ ഇവരെ തടഞ്ഞു നിർത്തി രഹസ്യമായി അപമാനിച്ചു. അവരെ ആ മനോവിഷമത്തിലാണ് മകള് ആത്മഹത്യ ചെയ്തെന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആൾക്കാർക്ക് പലതും പറയാലോ, അതൊന്നുമല്ല സത്യം. ഇപ്പം അറസ്റ്റിലായിട്ടുള്ളവർ യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. മോളെ ഒരു വിഷമം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല. തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് തുറന്നൊന്നും പറയില്ല, ഒരു കാര്യവും പറയാറില്ല. ചെക്കനുമായിട്ട് കൂട്ടുകെട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായി. ഇപ്പോൾ നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. അതിൽ കൂടുതൽ എന്താണെന്ന് ചോദിച്ചാൽ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി. അരുൺ, ഇതിൽ കുടുംബം പറഞ്ഞത്, നേരത്തെയും സംസാരിക്കുമ്പോൾ പറഞ്ഞത്, പലതരത്തിലുള്ള ചൂഷണത്തിന് ആൺ സുഹൃത്തിൽ നിന്ന് ഈ മകൾ ഇരയായിട്ടുണ്ട് എന്നതാണ്. അതായത് ഇതിൽ സദാചാര പോലീസിംഗ് അല്ല, അത് നടന്നിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് പൂർണ്ണമായി തള്ളുകയാണോ പോലീസ്? പോലീസ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്, ഈ കേസിലെ ഈ നിലവിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അതിൽ ആത്മഹത്യക്കുറിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ആ ആത്മഹത്യക്കുറിപ്പിൽ ഈ പ്രതികളുടെ വിവരങ്ങൾ കൃത്യമായി തന്നെ ആത്മഹത്യക്കുറിപ്പിലുണ്ട്. 3 പേജുള്ള ആത്മഹത്യക്കുറിപ്പിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തെപ്പറ്റി വിശദമായി പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെ, നിലവിൽ അറസ്റ്റിലായിട്ടുള്ള SDP പ്രവർത്തകരായിട്ടുള്ള 3 പേരെ പോലീസ് അത്തരം അറസ്റ്റിലേക്ക് പോയത് എന്നതാണ് കമ്മീഷണർ പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് ആ സംഭവം നടന്നതിന് ശേഷം, അതായത് റസീനയെ പറഞ്ഞു വിട്ടതിന് ശേഷം ക്രൂരമായ മർദ്ദനമുണ്ടായിട്ടുണ്ട്. മൊബൈൽ ഫോണും ടാബും അവിടെ ഇവർ കൈക്കലാക്കിയിട്ടുണ്ട്, ഈ പ്രതികൾ കൈക്കലാക്കിയിട്ടുണ്ട് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പോലീസിന് ശാസ്ത്രീയമായി തന്നെ തെളിവുകളുണ്ട് എന്നതാണ് കമ്മീഷണർ വിശദീകരിക്കുന്നത്. റസീന ആ കാറിൽ നിന്ന് ഈ സുഹൃത്തുമായി, മയിൽ സ്വദേശിയായിട്ടുള്ള സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടയിൽ ഇവർ അങ്ങോട്ട് വരുന്നു, ഈ പ്രതികൾ അങ്ങോട്ട് വരുന്നു. അതിനുശേഷം ഭീഷണി ഉണ്ടായി, പരസ്യമായ അവഹേളനമുണ്ടായി, അപമാനിച്ചു, അവരെ പരസ്യമായി തന്നെ അപമാനിച്ചു എന്ന കാര്യമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളുമുണ്ട്. ഇത് ആത്മഹത്യാക്കുറിപ്പിൽ തനിക്ക് ജീവിക്കാൻ കഴിയില്ല, ആ രീതിയിലുള്ള ഭീഷണി പോലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഇതാണ് പോലീസ് കൃത്യമായി തെളിവായി വിശദീകരിക്കുന്നത്. പക്ഷേ കുടുംബം പറഞ്ഞ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികളല്ല യഥാർത്ഥ പ്രതികൾ, ആൺ സുഹൃത്താണ്. അതായത് ഈ മയിൽ സ്വദേശിയായിട്ടുള്ള യുവാവാണ് ഈ മരണത്തിന് പിന്നിൽ. പണവും സ്വർണവും തട്ടിയെടുത്തു, അങ്ങനെ ചൂഷണമുണ്ടായി, അത് പുറത്തറിഞ്ഞതിൻ്റെ മനോവിഷമത്തിലാണ് മരണം എന്നതാണ് കുടുംബം പറയുന്നത്. കുടുംബവും പോലീസും 2 തട്ടിലാണ് നിലവിലുള്ളത്. അതാണ് കണ്ണൂർ കായലോട്ട് റസീനയുടെ ആത്മഹത്യയിലാണ് ഇപ്പോൾ കുടുംബം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പോലീസ് അത് പൂർണ്ണമായി തള്ളുന്നത്.